ഒരു ഇത്തിരി ബുദ്ധി ഉണ്ടെങ്കിൽ ഇവന്മാരെ മന്ദബുദ്ധികൾ തന്നെ വിളിക്കീനി. ഇതായതൊന്ന് കേട്ടു നോക്കി. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ബ്ലേഡ് കൊണ്ടുവന്നത് SFIക്കാർ തന്നെയെന്ന് പോലീസ്. തെളിവായി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ബ്ലേഡ് കൊണ്ടുവന്ന പ്രവർത്തകനെയും തിരിച്ചറിഞ്ഞു. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ബ്ലേഡ് കൊണ്ടുവന്നത് SFIക്കാർ തന്നെയെന്ന് പോലീസ്. തെളിവായി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ബ്ലേഡ് കൊണ്ടുവന്ന പ്രവർത്തകനെയും തിരിച്ചറിഞ്ഞു. നേതാക്കളടക്കം 10 പേർക്കെതിരെ കേസെടുത്തു. വിശദാംശങ്ങൾ CG അരുൺ സിംഗ് നൽകും. അരുൺ സിംഗ്, എന്താണ് ഈ നടക്കുന്നത്? പോലീസുകാർ ബ്ലേഡ് കൊണ്ടുവന്ന് SFIക്കാരെ ആക്രമിച്ചു എന്ന് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ വരെ ഇന്നലെ വന്ന് ആരോപിച്ചതാണ്. എന്നിട്ടിപ്പോൾ എന്താണ് വ്യക്തമാകുന്നത്? ഷാനി, ബ്ലേഡ് കൊണ്ടുവന്നത് SFI ആണ് എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. അവര് ഇന്ന് തന്നെ ആ കൊണ്ടുവന്നയാളെ അറസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇന്നലെ ആ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്ന സമയത്താണ് ഈ അടിപിടി അല്ലെങ്കിൽ ലാത്തിച്ചാർജ് ഒക്കെ നടക്കുന്നതിനിടയിലാണ് ഈ ബ്ലേഡ് കൂട്ടത്തോടെ നിലത്ത് കിടക്കുന്നത് കണ്ടത്. അതായത് 6-7 ബ്ലേഡുകളുണ്ട്. പൂർണ്ണ അതുപോലുള്ള കവറിൽ നിന്നല്ല, അല്ലാതെ തന്നെ കിടക്കുന്നതാണ്. അതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ആ സമയത്താണ് പെട്ടെന്ന് SFI അവിടെ മുഹമ്മദ് റിയാസ് അടക്കമുള്ള MLA-മാരടക്കം എത്തിയത്. അവര് മാറ്റിയത്. ഞങ്ങളല്ല കൊണ്ടുവന്നത്, പോലീസാണ് കൊണ്ടുവന്നത്. പോലീസ് SFIക്കാരെ ബ്ലേഡ് കൊണ്ട് ആക്രമിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അതിനകത്ത് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കൊണ്ടുവന്നത് SFIക്കാർ തന്നെയാണ് എന്ന് അവിടെ എടുത്ത ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ FIR-ൽ തന്നെ അത് എഴുതിയിട്ടുമുണ്ട്. അത് പക്ഷേ FIR-ൽ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നില്ല. പകരം ഈ ബാരിക്കേഡ് കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന വടമുണ്ട്. ആ വടം ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് അറുത്ത് മുറിച്ച് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടന്നു, അല്ലെങ്കിൽ പോലീസിന്റെ വലയം ഭേദിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഈ ബ്ലേഡ് കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് പോലീസിന്റെ FIR-ൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും SFIക്കാരെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിട്ടുണ്ട്. വെറും SFIക്കാരല്ല, സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ടുള്ള ശിവപ്രസാദും സഞ്ജീവും അടക്കം ആയിട്ടുള്ള ആൾക്കാരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ശിവപ്രസാദാണ് ഒന്നാമത്തെ പ്രതി, സഞ്ജീവാണ് രണ്ടാമത്തെ പ്രതി. ഈ ബ്ലേഡ് കൊണ്ടുവന്ന് ഇവരല്ല, അത് ജില്ലയിലുള്ള എന്താണ് ഇവന്മാരെ കൊണ്ടൊക്കെ പറയാ? എന്താ പറയാ? ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടിക്കാൻ ഏറ്റവും നല്ലത് നല്ല അടിപൊളി ലാത്തി ഓൽക്ക് കൊടുത്തില്ല സർക്കാർ ഇല്ലേ? അതിന്റെ ഇടയിൽ ഇവര് പോലീസുകാർ ബ്ലേഡുമായിട്ട് പോവാ അവരെ ചൊറിയാന് ആണോ? ഇവന്മാർ ഇതുവരെ കൊണ്ടുവന്നതെല്ലാം പൊട്ടിപ്പാളീസായി പോവാണ്. ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല. എന്ന് കുറച്ചൊരു ബുദ്ധിയും വിവരമുള്ള എന്തെങ്കിലും ഒന്ന് പ്രയോഗിക്കണ്ടേ? അത് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർ ആർക്കാണ്? എന്റെ മൂത്ത സഖാക്കളാണ്. ഓൾക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാലോ. എന്നിട്ട് അതിന്റെ പേരിൽ എന്തോ കിട്ടുമോ നോക്കി നടക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പോലീസിന് എന്തിനാ? അല്ലെങ്കിൽ പോലീസ് ഏറ്റവും സുഖം എന്താ പോലീസിനെ സംബന്ധിച്ചിടത്തോളം? നല്ല വടി കയ്യിൽ, നല്ല ലാത്തി കയ്യിലുണ്ടാവുമ്പോൾ നല്ല അടി വെച്ചു കൊടുക്കുക എന്നല്ലാതെ ആ തിരക്കിന്റെ ഇടയിൽ പോയി കണ്ട് പിന്നെ ആർക്കാ ഇതിന് നേരണ്ടാകാം? അത് 1-2 കുറെ കൊണ്ടുവന്നു. പോലീസൊക്കെ തിരിച്ചറിഞ്ഞ് അത് ആളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് കേട്ട്.